ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ആനുവൽ എക്സാം 2025 മാത്സ് ആനുവൽ എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ PQ is equal to PR. അപ്പൊ ഇങ്ങനെ പറയുമ്പോ നമ്മൾ നോക്കുക, PQ ഇതാണ് PQ. ഈ PQ എന്ന് പറഞ്ഞാൽ എന്താ? PR ഈക്വൽ ആണ്. ആംഗിൾ Q തന്നിട്ടുണ്ട്. ആംഗിൾ Q എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ആംഗിൾ R എത്രയാണ്? അതുപോലെ തന്നെ ആംഗിൾ P എത്രയാണ്? ആംഗിൾ R എത്രയായിരിക്കും? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് PQ എന്ന് പറയുന്നത് PR ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ R എന്തായിരിക്കും? ആറും ഈ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ആംഗിൾ R ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 ഡിഗ്രി. ഇനി ആംഗിൾ P, അതായത് ഈ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എത്രയായിരിക്കും? ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിൾ ആവുമ്പോ ഈ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ ആ 180യിൽ നിന്ന് ഇതും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. അതായത് 180 മൈനസ് 30 പ്ലസ് 30. ഓക്കെ, ഇനി 180 മൈനസ് 30 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ എത്ര? 60. അപ്പൊ 180യിൽ നിന്ന് 60 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി. അപ്പൊ ആംഗിൾ P എന്ന് പറയുന്നത് എത്രയാണ്? 120. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താ? 2 is added to 3 times of a number gives 70. Find the number. ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 is added to 3 times of a number. ഒരു നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് അതിന്റെ 3 ടൈംസ് എടുത്തപ്പോ നമുക്ക് 17 കിട്ടി. അപ്പൊ ഏതാണ് നമ്പർ? അപ്പൊ നമ്പറിന് നമുക്ക് എന്തെടുക്കാം? നമ്പറിന് നമുക്ക് x എന്ന് വിളിക്കാം. ഓക്കെ, ഇത് x ആണ്. x എന്ന് വിളിക്കാം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കുക. 2 is added to 3 times. 3 times എന്ന് പറഞ്ഞാൽ എന്താണ്? x-ന്റെ കൂടെ 3 times എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആണ്. അതായത് 3x. അതിന്റെ കൂടെ എന്താ? 2 is added to 3 times. അതായത് ഈ 3x-ന്റെ കൂടെ എന്താണ്? 2 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ 3x plus 2 ആണ് എത്ര? is give the number 17 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ഇതെല്ലാം കിട്ടണം. അതായത് ഇനി നമുക്ക് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ആയിട്ട് നമ്മൾ x-നെയാണ് എടുത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ x-നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 3x അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2നെ 17ന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ പ്ലസ് ആണ്. അപ്പൊ അപ്പുറത്തോട്ട് പോകുമ്പോ എന്താവും? മൈനസ് ആവും. ഓക്കെ, അപ്പോ ഇനി എന്താ? 3x എന്ന് പറഞ്ഞാൽ 17ൽ നിന്ന് 2 കുറച്ചത്. അതായത് 17ന് 2 കുറക്കുമ്പോൾ നമുക്ക് 15 കിട്ടും. അതായത് ഇനി നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x മാത്രമാണ് ആ സ്ഥലത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ x is equal to എന്ത് വരും? 50. ഇതിവിടെ മൾട്ടിപ്ലൈ ആയിട്ടാണ് കിടക്കുന്നത്. മൾട്ടിപ്ലൈ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോ എന്താവും? ഡിവൈഡ് ആവും. 50 divided by 3. അപ്പൊ ആൻസർ എത്രയാണ്? 5 ആണ്. അപ്പൊ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ നമ്പർ എന്ന് പറഞ്ഞത് ഏതാണ്? 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ? ഇൻ ദ ഫിഗർ ആംഗിൾ A. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആംഗിൾ A നോക്കണം. ആംഗിൾ A എന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി ആണ്. ആംഗിൾ D എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി ആണ്. ആംഗിൾ C എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ABC എത്രയായിരിക്കും? എത്രയായിരിക്കും കൂട്ടുകാരെ? ഇതിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞു ട്രയാങ്കിളിന്റെ സം എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ ഇതിന്റെ സം എത്രയായിരിക്കും കൂട്ടുകാരെ? ഇതിന്റെ സം എന്ന് പറയുന്നത് 360 ആയിരിക്കും. 360ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ആംഗിൾ ഒക്കെ കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് EB ആംഗിൾ കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം
70 പ്ലസ് 110 പ്ലസ് 80. ഓക്കെ, എന്നിട്ട് നമ്മൾ 360 നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കൂട്ടുമ്പോ നമുക്ക് 260 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ്? 100 അപ്പൊ ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാല് 100 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി എന്താ ആംഗിൾ സി ബി ഇ എത്രയാണ്? ഏതാണ് ആംഗിൾ സി ബി ഇ? ഇവിടുത്തെ ആംഗിൾ ഇപ്പൊ നമുക്ക് കിട്ടി 100 ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരൻ നോക്കി ഇതൊരു ലീനിയർ ആംഗിൾ ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറയുന്നത്, ഒരു ലൈനിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 100 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 80 ഡിഗ്രി. അപ്പൊ ആംഗിൾ ഇ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ മനസ്സിലായി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ചോദ്യമാണ്. അതെന്താ? The number of girls and boys in a class are in the ratio 2:3. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസ് ഉണ്ട്, എത്ര ബോയ്സ് ഉണ്ട്? നമുക്ക് നോക്കാം. അപ്പൊ റേഷ്യോ, ആദ്യം നമുക്ക് റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ തന്നെയുമെന്ന് നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50 ആണ്. 50 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ റേഷ്യോ ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ 2 + 3 സം ഓഫ് റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നമുക്ക് 5 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഈ എന്താന്ന് വെച്ചാൽ ഇപ്പൊ എങ്ങനെ പറഞ്ഞത്, ടോട്ടൽ 5 അല്ലേ, 5ല് 2 ഭാഗമാണ് ഗേൾസ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2/5 ഇൻറ്റു ടോട്ടൽ എത്ര പേരുണ്ട്? ടോട്ടൽ ആ ക്ലാസ്സിൽ 50 പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് കിട്ടും. അപ്പൊ ഒന്ന് കൂട്ടുകാർ പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ബോയ്സ് എന്തായിരിക്കും? അപ്പോ 2/5 കൊടുത്ത് ബോയ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3/5 ഇൻറ്റു 50 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി 2/5 ഇൻറ്റു 50 അത് നമുക്ക് ചെയ്താല് നമുക്ക് എത്ര കിട്ടും? അത് നമുക്ക് ചെയ്താല് എത്ര കിട്ടും വെച്ചാല് 20 കിട്ടും. The number of boys 30 കിട്ടും. ഇനി നമുക്ക് രണ്ടും കൂടി കൂട്ടി നോക്കിയാ 50 കിട്ടണ്ടേ? അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് ചെയ്ത ഉത്തരം ശരിയാണ്. അപ്പൊ A question ആൻസർ എന്താണ്? 20 ആണ്. Then B, what is the number of boys? നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, 20 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്താ? 5ാമത്തെ ചോദ്യം -3 ഇൻറ്റു 4 ആണ്. അത് എത്ര ആയിരിക്കും? വെറുതെ 3 ഇൻറ്റു മൈനസ് ഒന്നും ഇല്ലാണ്ട് 3 ഇൻറ്റു 4 എത്ര? നോക്കി നോക്ക്. 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ ഉണ്ട്, ആ മൈനസ് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ -12 ആണ്. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 5 - -2 ആണ്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല്, മാത്സില് 2 മൈനസ് ഒപ്പം വന്നാൽ ഇത് എന്താവും? ഇത് രണ്ടും കൂടി അങ്ങ് പ്ലസ് ആവും. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം പ്ലസ് ആണ്. അപ്പൊ ഇതെന്താ വരിക? 5, ഈ മൈനസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മൈനസിന്റെ മേലെ കണ്ട് വീഴും. അപ്പൊ 5 + 2 എന്തായിരിക്കും? 7 ആയിരിക്കും ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 6ാമത്തെ ചോദ്യം എന്താ? fill in the blanks. fill in the blanks ആണ്. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. a² - b² is equal to എന്താണ് കൂട്ടുകാരെ? a² - b² is equal to a + b into a - b. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. a² - b² is equal to a + b into a - b. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 100² -
99 square is equal to, ഇവിടെ ഒരു 1 മാത്രം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. അതായത് 100 square minus 99 square ആണ് a square minus b square. ഇത് നമ്മൾ a plus b into a minus b എന്ന് എഴുതുമ്പോൾ എന്ത് വരും? a ആണ് 100 plus 99 എന്നല്ലേ, into 100 minus 99. Okay. Okay, അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 199 into 1. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 199 ആണ്. ഇനി സി ക്വസ്റ്റ്യൻ എന്താ? സി ക്വസ്റ്റ്യൻ a plus 1 whole square minus 1 square is equal to. അപ്പൊ അത് ഇതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് എന്താണ്? a plus 2 into a എന്നാണ് കിട്ടുക. അപ്പൊ ഇത് എന്ത് ചെയ്യുക? ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യമാണ് the perimeter of a triangle. പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 36 ആണ്. 36 സെന്റിമീറ്റർ. അതിന്റെ സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3:4 ആണെങ്കിൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്. അതിന്റെ സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും? നമ്മളിപ്പോ നേരത്തെ ബോയ്ഡും ഗേളിന്റെയും ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്താം? സം ഓഫ് റേഷ്യോസ്. സം ഓഫ് റേഷ്യോസ് എന്ന് പറഞ്ഞാല് 2 + 3 + 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 9 ആണ്. ഓക്കെ, അത് കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഓരോന്നിന്റെയും ലെങ്ത് ആണ്. പെരിമീറ്റർ നമുക്കറിയാം, പെരിമീറ്റർ 36 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഓരോന്നിന്റെയും ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? 2/9 into 36 ആണ് ഫസ്റ്റത്തെ ലെങ്ത്. രണ്ടാമത്തെ എന്തായിരിക്കും? 3/9 into 36. then മൂന്നാമത്തെ എന്തായിരിക്കും? 4/9 into 36. ഓക്കെ അല്ലേ? ഇനി അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 centimeter, 12 centimeter and 16 centimeter. അപ്പൊ ഇതായിരിക്കും നമ്മുടെ എന്ത്? നമ്മുടെ ട്രയാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. In the figure ABCD is a rectangle. ABCD എന്താണ്? ABCD ഒരു റെക്ടാങ്കിൾ ആണ്. AB എന്ന് പറയുന്നത്, AB എന്താണ്? 8 ആണ്. AD എന്ന് പറയുന്നത് 4 തന്നിട്ടുണ്ട്. then P യുടെ PB 3 ആണ്. QD 3 ആണ്. അങ്ങനെയാണെങ്കിൽ find the area of the rectangle ABCD. ABCD എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? Area is equal to L into B, where L is equal to 8 and breadth is equal to 4. 8 into 4, which means 32 ആണ്. 32 centimeter square ആണ് നമ്മുടെ ഏരിയ. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി. What is the length of AP? എന്തായിരിക്കും? AB എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ആണ്. ആ 8 സെന്റിമീറ്ററിൽ നിന്ന് ഈ 3 സെന്റിമീറ്റർ നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും APയുടെ ലെങ്ത് 8 minus 3 is equal to 5 centimeter. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? 5 centimeter. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് പാരലലോഗ്രാം? ഈ പാരലലോഗ്രാമിന്റെ ഏരിയ എന്തായിരിക്കും? ഇത് 5 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതണം. ഏരിയ ഓഫ് പാരലലോഗ്രാം BH ആണ്. ബേസ് എന്താണ്? ഈ പാരലലോഗ്രാമിന്റെ ബേസ് 5 ആണ്. ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കുത്തനുള്ളതാണ്. കുത്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 4 ആണ്. അപ്പൊ 5 into 4 20 centimeter square ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. If x is equal to 3, y is equal to -7, then find x plus y. x എന്ന് പറഞ്ഞാൽ 3 ആണ്, പ്ലസ് y എന്ന് പറഞ്ഞാൽ -7. ഇങ്ങനെ തന്നെ എന്താവും? പ്ലസും മൈനസും കൂടി വന്നാൽ എന്താവും? പ്ലസ് അവിടുന്ന് പോവും. എന്നിട്ട് അവിടെ 3 - 7 ആണ്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയുണ്ടാവും. അപ്പൊ 3 - 7 കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ 4, 5, 6, 7, 4. ഇതിൽ വലുത് എന്താണെന്ന് വെച്ചാല്
ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. എന്നിട്ട് വലുതിന്റെ ചിഹ്നം നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിന് വലുതിന് ഏതാണ്? മൈനസ് ചിഹ്നമാണ്. അപ്പൊ നമ്മൾ മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇനി എക്സ് മൈനസ് വൈ ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാല് എക്സ് 3 ആണ്. മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -7 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 മൈനസ് വന്നാൽ അതെന്താവും? പ്ലസ് ആവും. 3 + 7 ആയിരിക്കും. 3 + 7 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇനി എന്താ? x + y into x minus y അതായത് x + y ഇവിടെ -4 ആണ്. -4 into എത്രയാണ്? x minus y എന്ന് പറഞ്ഞാൽ അവിടെ 10 ആണ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? 4 into 10 ചെയ്താൽ 40 കിട്ടും. ആ മൈനസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. The scores of 25 students in mathematics test are given below. അപ്പോ 25 കുട്ടികളുടെ മാർക്സ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് 0 to 10 ടാലി മാർക്ക്, അതുപോലെ 10 to 20 അതുപോലെ ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. അപ്പൊ അതാണ് നമ്മുടെ 10th ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താ 0 to 10 പിന്നെ 10 to 20. അപ്പൊ നമുക്ക് പിന്നെ എഴുതാൻ പറ്റും എന്ത്? 20 to 30, 30 to 40, 40 to 50. ഓക്കെ, അപ്പൊ 0 to 10 ആണ്. ഇവിടെ ഒരു 9 ഉണ്ട്, then ഇവിടെ ഒരു 8 ഉണ്ട്, പിന്നെ 0 to 10 ഒന്നുമില്ല അല്ലെ. അപ്പൊ 2. അപ്പൊ നമ്മൾ ഇട്ടു 2. അത് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2. ഇനി 10 to 20 നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 1 2 3 4 5 എണ്ണം കിട്ടും. എണ്ണി നോക്കുക, ശരിയല്ലേ നോക്കുക. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5. ഇനി 20 to 30 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ചാൽ 1 2 3 4 5 6 7 എണ്ണം കിട്ടും. എണ്ണി നോക്കുക, എന്നിട്ട് എഴുതുക. 7 എണ്ണം കിട്ടും. ഇനി 30 to 14 ആണെങ്കിലോ അതും 7 എണ്ണം കിട്ടും. 40 to 50 ആണെങ്കിൽ 4 എണ്ണം കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7 7 14, 14 4 18, 18 2 20, 20 5 25. ഓക്കെ, അപ്പൊ എന്താണ് സ്കോർ? നമ്മൾ 0 to 10 അങ്ങനെ എഴുതി. 0 to 10 ഇപ്പൊ നമ്മൾ കണ്ടില്ലേ 0 to 10 ഇതിൽ 2 എണ്ണമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ 2 ഇങ്ങനെ മാർക്ക് ചെയ്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ബാക്കി നമ്മൾ വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.